അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും അടുക്കളയിലാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ റെസിപ്പി. അമ്മമ്മയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. യെസ്, അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം കാണാം. അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കണേ വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കാണാം. അപ്പോൾ ഗൈസ് 3 സവാള എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ 2 തക്കാളി, 1 ഇഞ്ചി, അങ്ങനെ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ അളവ് എടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതൽ എടുക്കാം. ഞങ്ങൾക്ക് കുറച്ചുള്ളതെന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. യെസ്, അങ്ങനെ ഞങ്ങൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള ഗിരിഗിരി. അപ്പോൾ സവാള ഗിരിഗിരി ആയപ്പോൾ കണ്ണിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹാക്ക് കണ്ടുപിടിച്ചു. ചെവിയിൽ സവാള വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലാന്ന്. ബട്ട് അത് ഫ്ലോപ്പായി. പിന്നെ ചേച്ചി വേറൊരു കണ്ടുപിടിച്ചു. നമ്മൾ സവാള കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലാന്ന്. അതും ഫ്ലോപ്പായി. അങ്ങനെ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഡാൻസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ ചേച്ചി? യെസ്, ഉണ്ടാവും. ഞാൻ ചേച്ചി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചി തന്നു. അപ്പോൾ ഞാൻ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള ഗിരിഗിരി ആത്തു. ഡാൻസ് വന്നു ചേച്ചിയുടെ. ഏതാ പാട്ട് ഓർമ്മില്ല. എന്തൊരു പാട്ടല്ലേ. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ കറിവേപ്പില പൊട്ടിക്കാൻ പോയി. ദേവു ഉണ്ടായിരുന്നു, പക്ഷെ ദേവുവിനെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ 2 പേരും മാത്രം എടുക്കാൻ പറ്റുള്ളൂ. മുറ്റത്താണ് നമ്മളുടെ കറിവേപ്പിലുള്ളത്. അത് നമ്മൾ പൊട്ടിച്ചിട്ട് ആദ്യത്തേക്ക് കയറുകയാണ്. അതിൻ്റെ ഇവിടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കറുകപ്പട്ട, ജീരകം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ട് ജ്യൂസ് പോലെ ആക്കി. പിന്നെ നമ്മുടെ മസാലക്കൂട്ടൻ തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കനിൽ. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവരെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവാള, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ പേസ്റ്റ്, നമ്മുടെ ജ്യൂസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കളി അടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കളി തന്നെ കണ്ടുപിടിച്ചു കേട്ടോ. ഒരാൾ മറ്റേ പറയുകയാണെങ്കിൽ മറ്റൊരാൾ മറ്റേ പറയാം. അങ്ങനെ ഒരു കളി കണ്ടുപിടിച്ചു. അങ്ങനെ 2 കൂടെ ഒരു കഥയ്ക്ക് ശേഷം ചിക്കൻ ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ചേച്ചിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തല്ലാവും. അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ആ ചൂടാക്കിയ എണ്ണയിൽ തന്നെ സവാളയും നമ്മളുടെ പച്ചമുളക് കൂടാണ്. പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഒരു ഗ്രേവി പോലെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രേവി പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം അതാണ്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന്. യെസ്, അപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അടുത്തത് ഇതാ. ഇതിൽ എന്താണ് ഇടുന്നത്? ഇടുന്നുണ്ട്. അതിനിടയിൽ അങ്ങനെ മണക്ക പിടിക്കുന്നുണ്ട്. നല്ല മണം. അങ്ങനെ ജിഞ്ചർ പേസ്റ്റ് ഇടുന്നുണ്ട്, കറിവേപ്പില, പിന്നെന്തായിരുന്നു? കറിവേപ്പില തോന്നുന്നു. ജിഞ്ചർ പേസ്റ്റ് ഇടുന്നുണ്ട്, പിന്നെ കറിവേപ്പില അതന്നെ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അങ്ങനെ ഇടുന്നുണ്ട്. ഇതാ മല്ലിപ്പൊടി എത്ര ടീസ്പൂണാണ്? അങ്ങനെ 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇതാ മുളക് പൊടിയല്ലേ, നല്ല പോലെ ഒക്കെ മിക്സാക്കി കൊടുക്കുകയാണ്. ഫുൾ തേച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മേമ ചെയ്ത് തരികയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയ്യാതായി. ഞങ്ങൾ മേമയുടെ അടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് മേമയും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇളക്കി നമ്മളുടെ ജ്യൂസ് അതിലേക്ക് ജ്യൂസ് സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. യെസ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്താൽ നല്ലൊരു ഗ്രേവി രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് വരും. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പേസ്റ്റായി ഗ്രേവി ആയിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. യെസ്. രണ്ടുപേരും കൂടെ ഇളക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. യെസ് ഗൈസ്. അതിൻ്റെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി ഇവിടെ. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ ഒരാൾ ഇവിടുന്ന് ഡാൻസ് കളിക്കുകയാണ്. അയ്യോ എന്ത് ഡാൻസ്! അൻവികോടെ ഡാൻസ് കളിക്കുമ്പോൾ ചിരി വരും ഗൈസ്. എന്തൊരൊറ്റ വിഷമമുള്ളൂ, അത് അടിയാൻ പറ്റിയില്ലല്ലോ എന്ന്. അതിനുശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലേ? യെസ്. ദേവ് ബാക്കിൽ കറിയായി വെച്ചിട്ട് വന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴേ എടുക്കാൻ പറ്റൂ. അതുവരെ അൻവിക എനിക്ക് കളിയിലാണ്. ആൻഡ് അത് ഫൈനൽ നമ്മുടെ ചിക്കൻ ഗ്രേവി മണിക്കൂറിന് ശേഷം ഉണ്ടാക്കി. അതിനകത്തു ടേസ്റ്റിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദേവു വന്ന് നെക്സ്റ്റ് ടേസ്റ്റ് ആണ്. ദേവുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദേവു സൂപ്പർ അല്ലേ? യെസ് സൂപ്പർ അങ്ങനെ പറഞ്ഞു. ആൻഡ് ദേവുവിൻ്റെ ആ കുഞ്ഞി കൈയാണ് ദേവിൻ്റെ കൈ. യെസ് ദേവുവിനെ കാണിച്ചിട്ടുണ്ട്. യമ്മി യമ്മി. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുളിച്ചിട്ടൊക്കെ ഒന്ന് വന്നു കേട്ടോ. ഞങ്ങൾ മേലെ എഴുകി, സൺഡേ അല്ലേ, മേലെ എഴുകിയിട്ട് വന്നു. അതുവരെ രാവിലെ ഇട്ട ഡ്രസ്സായിരുന്നു. അവനെ ചെയ്തു ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനിടെ അച്ചച്ചൻ അവിടെ തണുത്ത വെള്ളം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് 7 വെള്ളം, അത് 7-അപ്പാണ് എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ ചെയ്തു ചേച്ചിക്ക് നല്ല സ്റ്റൈലൊക്കെ പറയുന്നുണ്ട്. തന്നെ ഭയങ്കര സ്റ്റൈൽ സൂപ്പർ എന്നുള്ള ചിഹ്നമൊക്കെ കാണിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം നിങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ. യെസ് യെസ് സൂപ്പർ. എനിക്കിപ്പോഴും കഴിക്കാൻ തോന്നുന്നു. കണ്ടോ സൂപ്പർ. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ആൻഡ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ പറഞ്ഞ പൊറാട്ട ചിക്കൻ കറി. യെസ്. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു കാര്യം മാത്രം പറയാൻ വിട്ടുപോയി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ നാളെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.